വാർത്തകളിലേക്ക് വിശദമായി. ബിഷപ്പ് പുകയിൽ വലഞ്ഞ് കൊച്ചി. പതിനൊന്നാം ദിവസവും ബ്രഹ്മപുരത്തെ ബിഷപ്പ് പുകയിൽ വലഞ്ഞ് കൊച്ചി. തീ കെടുത്തിയെങ്കിലും പൂർണ്ണമായും ശമിച്ചിട്ടില്ല. രാത്രിയോടെ പുക നിയന്ത്രണ വിധേയമാക്കാനാകുമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. മറ്റന്നാൾ മുതൽ പുകബാധിത മേഖലകളിൽ ആരോഗ്യ സർവേ ആരംഭിക്കും. 11 നാൾ നീണ്ട ഭഗീരഥ പ്രയത്നത്തിനൊടുവിലാണ് ബ്രഹ്മപുരത്തെ തീയണച്ചത്. രാത്രിയോടെ പുക നിയന്ത്രണ വിധേയമാക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്ന് അഗ്നിശമന സേന വ്യക്തമാക്കി. ഇന്നലെ രാത്രിയോടെ 90% തീയെടുത്തിയതായാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. ചില ചെരുവുകളിൽ അവശേഷിച്ച തീ ഇന്ന് രാവിലെ കെടുത്തുകയായിരുന്നു. രാത്രിയോടെ നിയന്ത്രണ വിധേയമാവുമെങ്കിലും നിലവിലുള്ളതിന്റെ പകുതിയെങ്കിലും പുക പുറത്തുവരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ബ്രഹ്മപുരത്ത് തീയണയ്ക്കാൻ എറണാകുളം ജില്ലാ ഭരണകൂടം അമേരിക്കൻ ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ വിദഗ്ധോപദേശം തേടിയിരുന്നു. ന്യൂയോർക്ക് ഫയർ ഡെപ്യൂട്ടി ചീഫ് ജോർജ് ഹീലിയുമായി ബന്ധപ്പെട്ടവർ ചർച്ച നടത്തി. നിലവിലെ തീയണയ്ക്കൽ രീതി ഉചിതമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. തീയണച്ച മേഖലകളിൽ ജാഗ്രത വേണമെന്നും നിർദ്ദേശം നൽകി. പുകബാധിത പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച മുതൽ ആരോഗ്യ സർവേ ആരംഭിക്കും. ജനങ്ങളിൽ ശ്വാസകോശ രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനായി പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റുകൾ നടത്തും. തീപിടുത്തത്തെ തുടർന്ന് അനിശ്ചിതത്വത്തിലായ മാലിന്യ നീക്കം ഇനിയും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. ബ്രഹ്മപുരത്തുണ്ടായത് ഗുരുതര അനാസ്ഥയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തീയണയ്ക്കാനുള്ള സർക്കാർ കർമ്മ പദ്ധതി പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇപ്പോഴും ഫലപ്രദമായ മാർഗങ്ങൾ ആസൂത്രണം ചെയ്തിട്ടില്ല. എപ്പോൾ തീ അണയ്ക്കുമെന്ന് വ്യക്തമാക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. എറണാകുളം DCC സംഘടിപ്പിച്ച ജനപക്ഷ സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ 2-ാം തീയതിയിലെ ആക്ഷൻ പ്ലാൻ ദയനീയമായി പരാജയപ്പെട്ടു. തീ അണയ്ക്കാൻ പറ്റിയിട്ടില്ല 11 ദിവസം. ഈ 11 ദിവസത്തിനിടയിൽ ഈ തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റു സാധ്യതകളെ കുറിച്ച് നമ്മുടെ നാട്ടിലും ഈ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുമുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ഒരു ആലോചനയും നടത്തിയിട്ടില്ല, ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല എന്നതാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം. ഇന്നും അത് തന്നെയാണ്. ഇന്നും ഇത് തന്നെ പൊക്കളയും കൊണ്ട് ഇത് പൊക്കി മാറ്റി അവിടേക്ക് ഈ വെള്ളം 3 മോട്ടോർ വെച്ചിട്ട് അവിടെ പമ്പ് ചെയ്ത് അപ്പൊ വീണ്ടും അടുത്ത സ്ഥലത്ത് തീ പടർന്നു. ഇപ്പോ ഇന്ന് പോലും പറയാൻ പറ്റില്ല എന്ന് തീ പൂർണ്ണമായി അടയ്ക്കാൻ പറ്റും, എന്ന് പുകയില്ലാതാകും എന്ന് പറയാൻ പറ്റാത്ത തരത്തിൽ ടേക്കൻ ഫോർ ഗ്രാന്റഡ് ആണ്. ബ്രഹ്മപുരം പ്രദേശത്തെ SSLC +2 പരീക്ഷകൾ മാറ്റാൻ കഴിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ സംവിധാനം ഒരുക്കിയതായും മന്ത്രി പറഞ്ഞു. ബ്രഹ്മപുരത്ത് ഒരു ഇഷ്യൂ നമുക്കറിയാമല്ലോ. ബ്രഹ്മപുരത്ത് ഒരു പ്രശ്നമുണ്ട്. പക്ഷേ സംസ്ഥാന ബോർഡ് പരീക്ഷ ആയതുകൊണ്ട് SLC പരീക്ഷയും ഹയർ സെക്കൻഡറി പരീക്ഷയും മാറ്റിവെക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതിരിക്കുന്ന സംവിധാനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന 2 പരീക്ഷയാണ് നടന്നത്. SSLCയുടെ പരീക്ഷയും നടന്നു, ഹയർ സെക്കൻഡറി 1-ാം വർഷവും 2-ാം വർഷവും പരീക്ഷ നടന്നു. ആ പരീക്ഷകൾക്കൊന്നും കുട്ടികൾക്കൊന്നും ഒരു പരാതി ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ 1 മുതൽ 9 വരെയുള്ള പരീക്ഷകൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിന് ചുറ്റുമുള്ള പിന്നെ പൊതുവിദ്യാലയങ്ങൾക്ക് അവധി പൊതുവെ നൽകിയിട്ടുണ്ട്. ബ്രഹ്മപുരത്ത് ഗുരുതരമായ സംഭവം നടന്ന് 11 ദിവസമായിട്ടും ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി വി. മുരളീധരൻ. ജനങ്ങളോട് എന്തെങ്കിലും മര്യാദയുണ്ടെങ്കിൽ സർക്കാർ കൊച്ചി കോർപ്പറേഷൻ പിരിച്ചുവിടണം. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരക്ഷരം പോലും മിണ്ടിയില്ലെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. വിഷയത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെയും പരിസ്ഥിതി മന്ത്രിയെയും നാളെ കാണുമെന്നും വി. മുരളീധരൻ പറഞ്ഞു. മാലിന്യ സംസ്കരണത്തിൽ സമ്പൂർണമായിട്ട് പരാജയപ്പെട്ട കൊച്ചി കോർപ്പറേഷൻ പിരിച്ചുവിടണം. CPMന്റെ മേയർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സർക്കാർ, ഈ ഭരണ സംവിധാനം നിലവിൽ വന്നത് മുതൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ആ മേയറോടെങ്കിലും രാജിവെക്കാൻ CPM ആവശ്യപ്പെടണം. അല്ലെങ്കിൽ ജനാധിപത്യത്തോട് കാണിക്കുന്ന വലിയ വഞ്ചനയാണിത്. കാരണം വലിയൊരു അഴിമതി, ആ അഴിമതി നടന്നിട്ട് ആ അഴിമതിയിൽ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ഒരു നടപടിയും എടുക്കാൻ സംസ്ഥാന ഭരണകൂടം തയ്യാറാവുന്നില്ല. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ ആരോപണങ്ങളും പരാതികളും കൃത്യമായി അന്വേഷിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. കോർപ്പറേഷനും സർക്കാരിനും ജനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. തീയണയ്ക്കാൻ എല്ലാവരും കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ വൈകിട്ടില്ല എന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. ഒരു ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ കൂമ്പാരൊന്നുമല്ല, ഇതൊക്കെ പതിറ്റാണ്ടുകളായിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ നല്ല ജാഗ്രതയായ പണി തന്നെയാണ് ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്താൻ.
കൊല്ല മാതൃകയിലേക്കൊക്കെ നമുക്ക് കൈകാര്യം ചെയ്ത് പോകാൻ സാധിക്കും. മനസ്സിലാക്കുമ്പോഴല്ലേ കൃത്യമായിട്ട് അതിൻ്റെ പ്രതിവിധി കണ്ടുപിടിക്കുക. ആ പ്രതിവിധി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അവിടെയുള്ള ആളുകൾക്ക് മാസ്ക് ധരിക്കണമെന്ന് പറഞ്ഞു. ആക്ഷേപങ്ങളെല്ലാം പരിശോധിക്കും. എന്തൊക്കെ ആക്ഷേപമുണ്ടെങ്കിലും പരിശോധിക്കും. അതാ പറഞ്ഞത്, പരിശോധിച്ച് ആവശ്യമായ നിലപാട് ചെയ്യും. അതിലിപ്പോൾ ആർക്കെ തർക്കുന്നു, ആർക്കൊക്കെയാണ് ഇതിന്റെ ഉത്തരവാദിത്വമെന്ന് ഗൗരവപൂർവ്വം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. സമീപ പഞ്ചായത്തുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നീട്ടി 3 ദിവസം കൂടിയാണ് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അവധി. ചുട്ടുപൊള്ളി കേരളം. ഇത്തവണ ഫെബ്രുവരി മുതൽ തന്നെ വേനലിന് സമാനമായ ചൂട് സംസ്ഥാനത്ത് ലഭിച്ചിരുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹീറ്റ് ഇൻഡെക്സ് അഥവാ താപസൂചിക പ്രസിദ്ധീകരണം താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്. നിലവിലെ രീതി തെറ്റിദ്ധാരണയുണ്ടാക്കുന്നു എന്നാണ് വിശദീകരണം. ഫെബ്രുവരി മാസം മുതൽ തന്നെ വേനലിന് സമാനമായ കനത്ത ചൂട് സംസ്ഥാനത്ത് അനുഭവപ്പെട്ടു തുടങ്ങി. തുടർച്ചയായ ദിവസങ്ങളിൽ കണ്ണൂർ, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില എത്തി. രാജ്യത്ത് തന്നെ ഉയർന്ന താപനില ദിവസങ്ങളോളം കേരളത്തിലായിരുന്നു. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 42 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കണ്ണൂർ എയർപോർട്ടിൽ താപനില എത്തി. താപനിലയും അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവും അനുസരിച്ച് അനുഭവപ്പെടുന്ന ചൂടിന്റെ അളവും മാറും. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹീറ്റ് ഇൻഡെക്സ് പ്രകാരം തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ ചില ഭാഗങ്ങളിൽ 54 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് അനുഭവപ്പെട്ടതായി രേഖപ്പെടുത്തിയിരുന്നു. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലും കനത്ത ചൂട് ലഭിച്ചു. അതേസമയം ഹീറ്റ് ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി താൽക്കാലികമായി നിർത്തി. 2 ദിവസം മാത്രമാണ് താപസൂചിക പ്രസിദ്ധീകരിച്ചത്. 2 ജില്ലകളിൽ 54 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില എത്തിയെന്ന് രേഖപ്പെടുത്തിയത് ചിലർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായി. ഇനി ചർച്ചകൾക്ക് ശേഷം പുതിയ മാതൃകയിൽ താപസൂചിക പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം. താപസൂചിക പ്രസിദ്ധീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിയെങ്കിലും സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന ചൂടിന് കുറവൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ മുൻകരുതൽ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് ചൂടിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ കാണാം. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തൃശൂരിലെത്തും. അല്പസമയത്തിനകം നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങുന്ന അമിത്ഷാ ഹെലികോപ്റ്ററിൽ തൃശൂരിലേക്ക് തിരിക്കും. ശോഭാ സിറ്റിയിലെ ഹെലിപാഡിൽ BJP നേതാക്കൾ സ്വീകരിക്കും. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, പ്രതീക്ഷിച്ചതിലും വൈകിയാണ് അമിത്ഷാ എത്തുന്നത്. അതുകൊണ്ട് തന്നെ പരിപാടികൾ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ? ഏതൊക്കെ പരിപാടികളിലായിരിക്കും അദ്ദേഹം ഇന്ന് പങ്കെടുക്കുക? ഇന്ന് തൃശൂരിൽ സ്റ്റേ ചെയ്യാനാണോ സാധ്യത? രേണുക, നിശ്ചയിച്ച പരിപാടികളിൽ ഒരു പരിപാടി മാത്രമാണ് മാറിയിട്ടുള്ളത്. വടക്കുന്നാഥ ക്ഷേത്രത്തിലുള്ള സന്ദർശനം മാത്രമാണ് മാറിയിട്ടുള്ളത്. പൊതുസമ്മേളനം കൃത്യസമയത്ത് തന്നെ 5:50 തന്നെ പൊതുസമ്മേളനം ആരംഭിക്കും. 4:50 അമിത്ഷാ ഇവിടെ എത്തുകയും അതോടൊപ്പം ശക്തൻ തമ്പുരാൻ സമാധി സ്ഥലത്തെത്തി അവിടെ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം നേരെ പൊതുസമ്മേളന വേദിയിലേക്കായിരിക്കും അദ്ദേഹം വരിക. അതിനുശേഷമാണ് സംസ്ഥാന നേതാക്കളും അതോടൊപ്പം തന്നെ തൃശൂർ പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയുടെ നേതാക്കളുമായും ഭാരവാഹികളുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരളത്തിലെ 6 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 2019 2 ലക്ഷത്തിലധികം വോട്ട് നേടിയ 6 മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. ഈ 6 മണ്ഡലങ്ങളിൽ ഇത്തവണ ശക്തമായ പ്രവർത്തനം നടത്തുകയും വിജയിക്കാനുള്ള സാധ്യതയിലേക്ക് മാറുകയും ചെയ്യുക, അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ഇവിടെ മത്സരിച്ച സമയത്ത് 2 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടി മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു. ഇത്തവണ തൃശൂർ മണ്ഡലത്തിൽ വലിയ വിജയപ്രതീക്ഷയാണ് BJPക്കുള്ളത്. തൃശൂരിന് പുറമെ തന്നെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, മാവേലിക്കര, പത്തനംതിട്ട, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിലും BJP വിജയപ്രതീക്ഷ വെച്ച് പുലർത്തും. എന്തായാലും പ്രവർത്തകരെല്ലാം തന്നെ പൊതുസമ്മേളന വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യം 5:50 തന്നെ സമ്മേളനം തുടങ്ങും എന്നുള്ളതാണ്. നേരത്തെ പൊതുസമ്മേളനം തുടങ്ങുന്നതിന് മുൻപായിരുന്നു നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചതെങ്കിൽ ഈ സമയത്തിൽ വന്ന മാറ്റം പൊതുസമ്മേളനത്തിന് ശേഷമാണ് കൂടിക്കാഴ്ച നടത്തുക. അതിനുശേഷം അദ്ദേഹം ഇന്ന് നേരത്തെ ഇവിടെ തങ്ങുമെന്ന കാര്യത്തിൽ ഇപ്പൊ കൃത്യത വന്നിരിക്കുന്നു. ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു. വൈകുന്നേരം ഈ പൊതുസമ്മേളനവും നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം 8 മണിയോടുകൂടി തന്നെ ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകും. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തന്നെ പ്രവർത്തകർ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമിത്ഷാ അല്പസമയത്തിനകം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.
പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങളിൽ ദേശീയ നേതാക്കൾ എത്തുന്നതിന്റെ ഭാഗമായാണ് അമിത്ഷായുടെ സന്ദർശനമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കഴിഞ്ഞ തവണത്തെ തെറ്റ് ജനങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ സുരേഷ് ഗോപി ലോക്സഭയിലെത്തും. ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചത് കേരളത്തിലും ഉണ്ടാകുമെന്നും സിപിഎമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ബിജെപിയിലേക്ക് ആള് വരുമെന്നും മുരളീധരൻ പറഞ്ഞു. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പറയേണ്ട ആള് ഞാനല്ല. അത് പാർട്ടി ഉചിതമായിട്ടുള്ള സമയത്ത് തീരുമാനിക്കും. സുരേഷ് ഗോപി തീർച്ചയായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ജനങ്ങളിൽ പ്രതീക്ഷയുണ്ടാക്കിയിട്ടുള്ള ആളാണ്. മാത്രമല്ല കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് തൃശൂരിൽ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും എത്തിച്ചേരുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് കഴിഞ്ഞ തവണ പറ്റിയ തെറ്റ് തിരുത്താൻ ജനങ്ങൾക്ക് അവസരം കിട്ടിയാൽ സുരേഷ് ഗോപിയെ തൃശൂരിൽ നിന്ന് ജനങ്ങൾ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കും. സ്വവർഗ വിവാഹം നിയമപരമാക്കുന്നതിനെ എതിർത്ത് കേന്ദ്ര സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കി സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഭാര്യാഭർത്തൃ സങ്കല്പവുമായി ചേർന്നു പോകുന്നതല്ല സ്വവർഗ വിവാഹമെന്നും പാരമ്പര്യത്തിനും സംസ്കാരത്തിനും എതിരാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ആതിരയുണ്ട് വിവരങ്ങളുമായി. ആതിര, എന്തൊക്കെയാണ് സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്? രേണുക, ഒരേ ലിംഗത്തിൽ പെടുന്നവർ തമ്മിലുള്ള വിവാഹത്തിന് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം സാധുത നൽകണമെന്നാവശ്യപ്പെട്ട് സ്വവർഗാനുരാഗ 2 ദമ്പതികൾ നൽകിയ ഹർജികളിലാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത് ഇപ്രകാരമാണ്: സ്വവർഗരതിയും ഒരേ ലിംഗത്തിൽ പെടുന്നവർ പങ്കാളികളായി ഒരുമിച്ച് താമസിക്കുന്നതും ഭാരതീയ കുടുംബ സങ്കല്പവുമായി താരതമ്യപ്പെടുത്താനാവില്ലെന്നാണ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കേന്ദ്രം വ്യക്തമാക്കിയത്. അതായത് ഈ പുരുഷൻ ഭർത്താവായും സ്ത്രീ ഭാര്യയുമായുള്ള ഭാരതീയ കുടുംബ സങ്കല്പത്തിൽ ഇവർക്കുണ്ടാകുന്ന കുഞ്ഞിന് പുരുഷൻ അച്ഛനും സ്ത്രീ അമ്മയുമാണ്. സ്വവർഗ വിവാഹത്തെ ഇതുമായി താരതമ്യപ്പെടുത്താനാവില്ലെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാട്ടിയത്. ഈ ഹർജിക്കാരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഈ ദത്തെടുക്കൽ, വാടക ഗർഭധാരണം തുടങ്ങി ഒന്നിച്ച് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ് ഈ വിവാഹ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ സ്പെഷ്യൽ മാരേജ് ചട്ടം ലിംഗഭേദമില്ലാത്ത വിധത്തിൽ ഭേദഗതി ചെയ്യണമെന്നാണ് ഹർജിക്കാർ ആവശ്യപ്പെട്ടത്. ആ സമയത്താണ് സ്വവർഗ വിവാഹത്തെ എതിർത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. രേണുക, ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരുവിൽ നിന്ന് മൈസൂരുവിലേക്കുള്ള യാത്രയ്ക്ക് ഇനി 75 മിനിറ്റ് മാത്രം. ബംഗളൂരു മൈസൂരു 10 വരി പാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മലബാർ ജില്ലകളിലുള്ളവർക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ് പുതിയ എക്സ്പ്രസ് ഹൈവേ. Bengaluru Mysuru Express Highway and laying of foundation stone of 4-lane Mysuru to Kushalnagara section of NH 275. ബംഗളൂരുവിൽ നിന്ന് മൈസൂരുവിലേക്കുള്ള യാത്രാസമയം ഇതുവരെ 3 മണിക്കൂറായിരുന്നെങ്കിൽ അതേ ദൂരം ഇനി 1.25 മണിക്കൂർ കൊണ്ട് പിന്നിടാം. മാണ്ഡ്യയിൽ നടന്ന ചടങ്ങിൽ ബംഗളൂരു മൈസൂരു എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി ഔദ്യോഗികമായി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 118 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് 8480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 10 വരി പാത. देश में बेंगलुरु मैसूरू एक्सप्रेसवे की बहुत चर्चा है. सोशल मीडिया पर एक्सप्रेसवे से जुड़ी तस्वीरें वायरल हो रही है. हर देशवासी की, हमारे युवाओं की ये इच्छा रही है कि ऐसे शानदार आधुनिक एक्सप्रेसवे भारत में हर जगह बने. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് പാതയുടെ പ്രയോജനം ലഭിക്കും. ദിവസേന ആയിരക്കണക്കിന് മലയാളികളാണ് മൈസൂരു വഴി ബംഗളൂരുവിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നത്. എക്സ്പ്രസ് വേ ഉദ്ഘാടനത്തിന് മുൻപ് മാണ്ഡ്യയിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തി. 100 കണക്കിന് ആളുകളാണ് റോഡരികിൽ പ്രധാനമന്ത്രിയെ കാത്തുനിന്നത്. തെരഞ്ഞെടുപ്പെടുത്ത കർണാടകത്തിൽ ഈ വർഷം മോദി നടത്തുന്ന 6ാമത്തെ സന്ദർശനമാണിത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.